100 ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക്. സംഘത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും. വിശാഖപട്ടണത്ത് അന്ത്യോദയ എക്സ്പ്രസിൽ കുട്ടിയെ കണ്ടെത്തിയത് മലയാളി സമാജം പ്രവർത്തകർ. കുട്ടിയെ തിരയാനിറങ്ങിയത് 24-ന്റെ അഭ്യർത്ഥന പ്രകാരം. കേരളത്തിന് നന്ദിയെന്ന് 13-കാരിയുടെ രക്ഷിതാക്കൾ 24-നോട്. ട്രെയിനിൽ കണ്ട 13-കാരിയുടെ മുഖത്ത് സങ്കടമായിരുന്നുവെന്ന് ചിത്രം പകർത്തിയ ബബിത 24-നോട്. 24-ന്റെ വാർത്ത കണ്ടാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കാണാതെ പോയ കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. കുട്ടിയെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ബബിത. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി. AI-657 വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ശ്രീനഗറിൽ. നേതാക്കളും പാർട്ടി പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. ശ്രീനഗറിലെ സന്ദർശനത്തിന് ശേഷം രാഹുൽ ജമ്മുവിലേക്ക് പോകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാധ്യത. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതക കേസിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ നാഷണൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പലായുള്ള നിയമനം റദ്ദാക്കി ബംഗാൾ ആരോഗ്യ വകുപ്പ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും സുഹൃത പോളിനെ മാറ്റി. മനോജ് കുമാർ ബന്ദോപാധ്യായയെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പലാക്കി. കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ അതിയായ വിഷമമുണ്ടെന്ന് ഉഷ ഉദുപ്പ് 24-നോട്. എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണെന്നും നീതിയും സുരക്ഷയും ഉറപ്പാക്കണമെന്നും ഉഷ ഉദുപ്പ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നത് 97 കുടുംബങ്ങൾ മാത്രമെന്ന് സർക്കാർ. 26 കുടുംബങ്ങളെ സർക്കാർ കണ്ടെത്തിയ കെട്ടിടത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. വയനാട് നൂൽപ്പുഴയിൽ കോളറ ഭീതി. തോട്ടാമുല സ്വദേശിയുടെ മരണത്തിന് പിന്നാലെ വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണം. ചികിത്സയിലുള്ള യുവാവിന് കോളറ സ്ഥിരീകരിച്ചു. 10 പേർ നിരീക്ഷണത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്നലെ പോളണ്ടിലെത്തിയ നരേന്ദ്രമോദി നാളെ യുക്രൈനിലേക്ക് തിരിക്കും. റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ യുക്രൈൻ സന്ദർശനമാണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. റിപ്പോർട്ടിലെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവരണമെന്ന ആവശ്യം. ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിക്കാരനായ പായിച്ചിറ നവാസ്. സർക്കാരിന് മേൽ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ കക്കാട് പുരസ്കാരം പ്രശസ്ത തിമില ആചാര്യൻ പരക്കാട് തങ്കപ്പന്മാരാർക്കും മേളാചാര്യ പുരസ്കാരം പ്രശസ്ത മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായർക്കും ലഭിച്ചു. ക്ഷേത്ര കലാപുരസ്കാരം മണലൂർ ഗോപിനാഥിനും, വാദ്യപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം മുരുകദാസിനും, യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം രതീഷിനും ലഭിച്ചു. MS ശങ്കരനാരായണൻ മാരാർ മാസ്റ്റർ നഗറിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു. പൊന്നാടയും ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും ഉപഹാരവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയനാടിനു വേണ്ടി പെണ്ണൂക്കര കൂട്ടായ്മ സമാഹരിക്കുന്ന ദുരിതാശ്വാസ നിധിയുടെ ആദ്യ ഗഡുവായ 1,33,000 രൂപയുടെ DD സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. പെണ്ണൂക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് രമേശ് പ്രസാദ് അധ്യക്ഷനായി. പെണ്ണൂക്കര UP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സമാഹരിച്ച തുകയും ഈ പരിപാടിയിൽ മന്ത്രിക്ക് കൈമാറി. ദേശീയ കാർട്ടൂൺ കാരിക്കേച്ചർ മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കം. കേരള കാർട്ടൂൺ അക്കാദമി സംഘടിപ്പിക്കുന്ന മേള കേരള ലളിതകലാ അക്കാദമി, ചാവറ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് നടക്കുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് അധ്യക്ഷനായി. എറണാകുളം വല്ലാർപാടം പള്ളിയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് ജൂബിലി മാരത്തോൺ സംഘടിപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുദർശൻ IPS ഉദ്ഘാടനം ചെയ്തു. മാരത്തോൺ വിജയികൾക്ക് ക്യാഷ് അവാർഡും മെഡലുകളും നൽകി. സമ്മാനങ്ങൾ വല്ലാർപാടം ബസലിക്ക റെക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ സാവിയ തെക്കേപ്പാടത്ത് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രൊഫസർ KV തോമസ് വിദ്യാധനം ട്രസ്റ്റിന്റെ സേവിങ്സ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ പദ്ധതിക്ക് തുടക്കമായി. KJ മാക്സി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നല്ല നാളേക്ക് വേണ്ടി സമ്പാദിക്കണമെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ പറഞ്ഞു. കൊച്ചി കുമ്പളങ്ങി അവർ ലേഡീസ് ഓഫ് ഫാത്തിമ സ്കൂളിലെയും ഗവൺമെന്റ് UP സ്കൂളിലെയും വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു.
പ്രൊഫസർ കെ വി തോമസ്, കുമ്പളങ്ങി പഞ്ചായത്ത് വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം OICC ഓസ്ട്രേലിയ വിക്ടോറിയ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. KPCC മെമ്പർ അഡ്വക്കേറ്റ് ഷിയോ പോൾ സ്വാതന്ത്ര്യദിന അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC വിക്ടോറിയ സ്റ്റേറ്റ് പ്രസിഡന്റ് ജിജേഷ് PV അധ്യക്ഷനായി. റോബിൻ ജോസഫ് സ്വാഗതവും ലിൻഡോ ദേവസി നന്ദിയും പറഞ്ഞു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിജു സ്കറിയ, IOC നാഷണൽ കോർഡിനേറ്റർ സാജു CP, OICC നാഷണൽ വൈസ് പ്രസിഡന്റ് മാർട്ടിൻ ഉറുമീസ്, IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് അഫ്സൽ അബ്ദുൽ ഖാദർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. അന്തരിച്ച യുവമാധ്യമ പ്രവർത്തകൻ മധു സാമ്പാളൂർ അനുസ്മരണവും സമാദരണ സദസ്സും ഇന്ന്. മധുസ്മൃതി 2024 എന്ന പേരിൽ നടക്കുന്ന പരിപാടി രാവിലെ 9-ന് ചാലക്കുടി വ്യാപാര ഭവൻ ഹാളിൽ ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടിയുടെ നിറസാന്നിധ്യമായ ബെന്നി ബെഹ്നാൻ MP, അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, ജോയ് മൂത്തേടൻ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കുമാരി ശ്രീഷ്മ ചന്ദ്രൻ എന്നിവരെ പുരസ്കാരം നൽകി ആദരിക്കും. സനീഷ് കുമാർ MLA പുരസ്കാര സമർപ്പണം നടത്തും. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി പ്രസ് ഫോറവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ബിർബലിംഗിൽ പാരാഗ്ലൈഡിംഗ് അപകടത്തിൽ ജീവൻ നഷ്ടമായ ലഫ്റ്റനന്റ് കമാൻഡർ വിപിൻ ദേവിന് ജന്മനാടിന്റെ സ്മരണാഞ്ജലി. വിപിൻ ദേവ് പഠിച്ച ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ആദരാഞ്ജലി അർപ്പിച്ചു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI മാതൃകം SN കോളേജ് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ SN കോളേജ് യൂണിറ്റുമായി ചേർന്നായിരുന്നു പ്രതിഷേധം. AKPCTA വനിതാ കമ്മിറ്റി കൺവീനർ PJ അർച്ചന ഉദ്ഘാടനം ചെയ്തു. UK-യിലെ ഇടത് സാംസ്കാരിക സംഘടനയായ സമീക്ഷ UK മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകി. സമീക്ഷ നാഷണൽ സെക്രട്ടറി ദിനേശ് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പണം കൈമാറിയത്. തൃശൂർ കുന്നംകുളം ഉപജില്ലാ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. അന്നൈൻ മരിയ, പ്രിയംവദ, നന്ദന, അനന്യ എന്നിവരാണ് ടീം അംഗങ്ങൾ. ഗിവി C വർഗീസാണ് പരിശീലകൻ. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി AIYF തൃശൂർ ജനകീയ ചായക്കട ഒരുക്കി. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഒരുക്കിയ ചായക്കട സിനിമാ താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ദുരന്തബാധിതർക്ക് AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 10 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായാണ് AIYF തൃശൂർ ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ചായക്കട സംഘടിപ്പിച്ചത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി ചൈത്ര തെരേസ ജോൺ IPS ചുമതലയേറ്റു. IPS തലപ്പത്തെ അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് മാറ്റം. കാലടി മലയാറ്റൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് AIYF പരാതി നൽകി. 2 വർഷം മുമ്പ് CIRF ഫണ്ടിൽ നിന്നും 22.75 കോടി രൂപ അനുവദിച്ചിട്ടും ഇതുവരെയും പ്രവൃത്തികൾ നടന്നിട്ടില്ല. നിലവിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നും റോഡിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും AIYF മലയാറ്റൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയ കേരള ചാപ്റ്റർ ഫിലാഡൽഫിയയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA മുഖ്യാതിഥിയായി. IOC പെൻസിൽവാനിയ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് കുര്യൻ രാജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സാബു സ്കറിയ, വീഡിയോ സന്ദേശത്തിലൂടെ പ്രസിഡന്റ് ഈപ്പൻ ഡാനിയൽ എന്നിവർ സംസാരിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 34ാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കോഴിക്കോട് ഇരിങ്ങലിൽ തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം മന്ത്രി K രാജനും സമാപന സമ്മേളനം മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്യും. നിലവിൽ സേന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും സേനയുടെ നവീകരണ രേഖയും സമ്മേളനത്തിൽ ചർച്ചയാകും. തൃശൂർ മാള കാർമൽ കോളേജ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. UK ജെയിംസ് ആൻഡ് ജെ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് പള്ളിക്കമലയിൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി അധ്യക്ഷയായി. തിരുവനന്തപുരം പാറശാല കാരോട് ബൈപ്പാസിൽ അപകടങ്ങൾ പതിവാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗവും ഡ്രൈവർമാർ റോഡ് നിയമങ്ങൾ പാലിക്കാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ. കൊല്ലം തീരദേശം മാലിന്യങ്ങളാൽ നിറഞ്ഞു. പോർട്ട് മുതൽ മൂതാക്കര, വാടി ഹാർബർ പരിസരം വരെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാതെ കോർപ്പറേഷൻ. എറണാകുളം കൂത്താട്ടുകുളത്തിന്റെ കിഴക്കൻ മേഖലയിൽ കപ്പ കൃഷിയിൽ കുമിൾ രോഗം വ്യാപിക്കുന്നു. കർഷകർ പ്രതിസന്ധിയിൽ. കൂത്താട്ടുകുളം നഗരസഭ, പാലക്കുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്.
തൃശൂർ ജില്ലയിലെ എളവള്ളി, പാവർട്ടി പഞ്ചായത്തുകളിൽ തെരുവ് നായ ശല്യം രൂക്ഷം. കാൽനട യാത്രക്കാർക്ക് നേരെ നായകൾ പാഞ്ഞെടുക്കുന്നതിൽ ആശങ്ക. തെരുവ് നായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി കുടവട്ടൂർ കുന്തിരിക്കുളത്തില്ലം ജയഭവനിൽ രതീഷ് കുമാർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തിയാണ്. മുമ്പ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കീഴ്ശാന്തി, ആര്യൻകാവ്, അച്ചൻകോവിൽ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂർ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി വില്ലേജിൽ 285 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയമായ പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയാകും. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. കേരള സർവകലാശാല ഈ മാസം 30 നടത്താനിരുന്ന 3ാം സെമസ്റ്റർ LLM പരീക്ഷയുടെ തീയതി മാറ്റി. പരീക്ഷ അടുത്ത മാസം 4 നടക്കും. പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ മാറ്റമില്ല. എറണാകുളം കോലഞ്ചേരി ഐക്യനാട് പഞ്ചായത്ത് 7ാം വാർഡിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിലെ സ്പെഷ്യൽ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 29 മുമ്പ് അപേക്ഷ നൽകണം. ഇടക്കൊച്ചി അക്യുനാസ് കോളേജിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. ഈ മാസം 24 മുമ്പ് കോളേജ് ഓഫീസിൽ അപേക്ഷ നൽകണം. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന UPSC പരീക്ഷയുടെ പരിശീലനത്തിന് തിരുവനന്തപുരം, ആലുവ എന്നീ കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 2 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന വയോമധുരം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 30. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ദുരന്ത നിവാരണത്തിൽ ദ്വിവത്സര MBA കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇന്നാണ്. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇംഗ്ലീഷ്, ഡെവലപ്മെന്റ്സ്, എക്കണോമിക്സ് വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ സീറ്റ് ഒഴിവ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇന്ന്. വയനാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിന്റെ നേതൃത്വത്തിൽ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ ഡിപ്ലോമ ഇൻ വെയർഹൌസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 4 മാസമാണ് കോഴ്സിന്റെ കാലാവധി. ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. വനിതാ ശിശുവികസന വകുപ്പ് ശിശുദിനാഘോഷങ്ങളോടനുബന്ധിച്ച് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. നോക്കാമിന് ദേശീയ വാർത്തകൾ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. ജ്യോതിരാദിത്യ സിന്ധ്യ രാജിവെച്ച ഒഴിവിലാകും ജോർജ് കുര്യൻ രാജ്യസഭയിലെത്തുക. കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ചമ്പൈ സോറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനോട് ഇടഞ്ഞ് BJPയിലേക്കെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് രാജി പ്രഖ്യാപനം. നടൻ വിജയുടെ തമിഴക വെട്രി കഴകം പാർട്ടി പതാക ഇന്ന് പുറത്തിറങ്ങും. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് വിജയ് പതാക ഉയർത്തും. രാവിലെ 9:15 മുതലാണ് പാർട്ടി പരിപാടി നടക്കുക. പാർട്ടിയുടെ ഗാനവും ഇന്ന് പുറത്തിറക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഛത്തീസ്ഗഡ് സന്ദർശിക്കും. നക്സൽ ഭീഷണികൾ തുടരുന്നതിനിടെയുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. രാമേശ്വരത്തേക്ക് ഇനി ട്രെയിൻ യാത്രയ്ക്കൊരുങ്ങാം. പുതിയ പാമ്പൻ പാലത്തിൽ ട്രെയിൻ എഞ്ചിന്റെ പരീക്ഷണ ഓട്ടം വിജയകരം. രാമേശ്വരം പാമ്പൻ കടലിൽ പുതിയ റെയിൽപാലം നിർമ്മിച്ചത് 545 കോടി രൂപ ചെലവിൽ. ആന്ധ്രാപ്രദേശിലെ അനാഗപ്പള്ളിയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ സ്ഫോടനം. മരണം 17ആയി. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹൈദരാബാദിൽ കാൽനട യാത്രക്കാരനിൽ നിന്ന് മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുന്ന സംഘം പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് 3 അംഗ സംഘം. വ്യാപക പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. ഛത്തീസ്ഗഡ് റായ്ഗഡിലെ പസൌറിൽ യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 6 പേർ അറസ്റ്റിൽ. യുവതിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഹൈദരാബാദ് പുരാനാപ്പുലിൽ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. അപകടം സ്കൂട്ടറിൽ ലോറിയിടിച്ച് മകളെ കോളേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടം. രാജ്യാന്തര വാർത്തകൾ. ഗസ മുനമ്പിലും ഗസ സിറ്റിയിലെ സ്കൂളിലും ആക്രമണം നടത്തിയ ഇസ്രായേൽ. 52 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു.
വാർത്താവിനിമയ വിപണിയിൽ പുത്തൻ മാറ്റത്തിനൊരുങ്ങി ഇസ്രയേൽ. വാർത്താവിനിമയ ഉപകരണങ്ങളുടെ ഇറക്കുമതിയിൽ ഇളവ് വരുത്തും. ആദ്യഘട്ടത്തിൽ 4 വയർലെസ് ഉപകരണങ്ങൾക്ക് വാണിജ്യ വ്യക്തിഗത ഇറക്കുമതി ഇളവ് അനുവദിക്കും. റഷ്യയ്ക്ക് നേരെ യുക്രൈന്റെ ശക്തമായ ഡ്രോൺ ആക്രമണം. തലസ്ഥാനം ലക്ഷ്യം വെച്ചെത്തിയ 45 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. സുഡാനിൽ കോളറ വ്യാപനം അതിരൂക്ഷം. രോഗം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 22ആയി. 350 പേർ ചികിത്സയിൽ. തായ്ലൻഡിലും എംപോക്സ് വൈറസ് സ്ഥിരീകരിച്ചു. ജാഗ്രതാ നിർദ്ദേശവുമായി തായ്ലൻഡ് ആരോഗ്യ മന്ത്രാലയം. അതിർത്തികളിൽ പരിശോധന ശക്തമാക്കും. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 1 മരണം, 7 പേർക്ക് പരിക്കേറ്റു. 200ഓളം വീടുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ. തെക്ക് പടിഞ്ഞാറൻ ചൈനയിൽ കൽക്കരി ഖനി അപകടത്തിൽ 7 പേർ മരിച്ചു. അപകടം സിച്ചുവാൻ പ്രവിശ്യയിൽ. കാണാതായ ഒരു തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ബോയിംഗ് 777X വൈറ്റ് ബോഡി ജെറ്റിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. നടപടി എഞ്ചിനെ വിമാനത്തിന്റെ ബോഡിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്തിന്റെ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന്. സിംഗപ്പൂരിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിനുള്ള $19 ബില്യൺ സൗരോർജ്ജ പദ്ധതിക്ക് ഓസ്ട്രേലിയ പാരിസ്ഥിതിക അനുമതി നൽകി. കടലിനടിയിലെ കേബിൾ വഴിയാകും വൈദ്യുതി കൈമാറ്റം നടക്കുക. ഇറാനിൽ ബസ് അപകടത്തിൽ 28 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. 14 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്ന് ഇറാഖിലേക്ക് ഷിയ തീർത്ഥാടകരുമായി പോയ ബസ്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ പേടിഎമ്മിന്റെ എന്റർടൈൻമെന്റ് ടിക്കറ്റിംഗ് ബിസിനസ് ഏറ്റെടുക്കും. 2048 കോടി രൂപയുടേതാണ് ഇടപാട്. ഇന്ത്യയിൽ iPhone 16 Pro Max എന്നിവയുടെ നിർമ്മാണം ആപ്പിൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ആപ്പിളിന്റെ പ്രധാന നിർമ്മാണ പങ്കാളിയായ ഫോക്സ്കോൺ പുതിയ iPhone Pro മോഡലുകൾ നിർമ്മിക്കുക തമിഴ്നാട്ടിലെ ഫാക്ടറിയിൽ. ആപ്പിളിന്റെ ടേബിൾ ടോപ്പ് AI റോബോട്ട് 2027 പുറത്തിറങ്ങും. ഡിസ്പ്ലേ ചലിപ്പിക്കാനും സ്ഥാനം മാറ്റാനും കഴിയുന്ന ഒരു റോബോട്ടിക് ഉപകരണമാണ് ഇതെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ HPPC കയറ്റുമതി വർദ്ധിച്ചു. ഈ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ കയറ്റുമതിയിൽ 7.1% വളർച്ച രേഖപ്പെടുത്തി. ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച മോട്ടോ G4 5G 50 മെഗാപിക്സൽ ഡ്യുവൽ പിൻ ക്യാമറകൾ, 6.5 ഇഞ്ച് ഡിസ്പ്ലേ എന്നിവ പ്രധാന സവിശേഷത. കായിക വാർത്തകൾ. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കണമെന്ന അപേക്ഷയുമായി തമിഴ്നാട് സ്പിൻ ഓൾറൗണ്ടർ സായ് കിഷോർ. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസ് താരമായ സായ് കിഷോർ ഇക്കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ 4 വിക്കറ്റുകൾ വീഴ്ത്തി ടീമിന് ജയം സമ്മാനിച്ചിരുന്നു. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിനുള്ള ഇന്ത്യയുടെ പ്രാഥമിക ടീമിനെ പ്രഖ്യാപിച്ചു. 26-അംഗ ടീമിൽ മലയാളിയായ സഹൽ അബ്ദുൽ സമദും. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ. സൂപ്പർ ലീഗ് കേരളയ്ക്ക് സെപ്റ്റംബർ 7 കിക്ക് ഓഫ്. ഫുൾസ കൊച്ചിയും മലപ്പുറം FC-യും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ലീഗിൽ ആകെയുള്ളത് 6 ടീമുകൾ. ഇൽക്കെ ഗുന്തോഗൻ വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയിൽ. ബാഴ്സലോണയിൽ നിന്ന് 1 വർഷത്തെ കരാറിലാണ് ഗുന്തോഗൻ സിറ്റിയിൽ തിരിച്ചെത്തിയത്. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയർ. 124 മത്സരങ്ങളിൽ ജർമ്മൻ ഗോൾ വല കാത്ത നോയർ 38-ാം വയസ്സിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അജു വർഗീസ് നായകവേഷത്തിലെത്തുന്ന പടക്കുതിര എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും മൂവാറ്റുപുഴ വാളകത്ത് നടന്നു. ദുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന്റെ റിലീസ് നീട്ടി. ഒക്ടോബർ 31 ദീപാവലി റിലീസായി ചിത്രം എത്തുമെന്നാണ് പുതിയ അറിയിപ്പ്. KSFDCയുടെ പിന്തുണയോടെ ഒരുങ്ങുന്ന ചുരുൾ എന്ന ത്രില്ലർ ക്രൈം ഡ്രാമ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പോസ്റ്റർ റിലീസ് ചെയ്തു. കരീന കപൂർ നായികയാകുന്ന ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് റിലീസിന് ഒരുങ്ങുന്നു. ഹാൻസാൽ മെഹ്തയാണ് സംവിധാനം. ചിത്രം നിർമ്മിക്കുന്നതും കരീന കപൂറാണ്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ഹിമാചലിലെ ഷിംലയിൽ മണ്ണിടിച്ചിൽ. 20 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. രക്ഷാപ്രവർത്തനം തുടരുന്നു. നാഗ്പൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആൻഡമാൻ ദ്വീപുകളിൽ ഭൂചലനം. 4.2 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. കോഴിക്കോട് കട്ടിപ്പാറയിൽ വ്യാജമദ്യം പിടികൂടി. 2 ബാരലുകളിലും കുഴികളിലുമായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
ദേശീയപാത 66 ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം 4 പേർക്ക് പരിക്കേറ്റു. കാലിന് സാരമായി പരിക്കേറ്റ പിക്കപ്പ് വാൻ ഡ്രൈവർ മുഹിയുദ്ദീനെ തൃശൂർ അശ്വിനി ആശുപത്രിയിലേക്ക് മാറ്റി. ഫറോക്ക് ചാലിയാർപ്പുഴയിൽ കാണാതായ ഹെൽത്ത് സൂപ്പർവൈസറുടെ മൃതദേഹം കണ്ടെത്തി. പൂക്കോട് CHCയിലെ ഹെൽത്ത് സൂപ്പർവൈസർ മുസ്തഫയുടെ മൃതദേഹമാണ് കിട്ടിയത്. മുസ്തഫയെ കാണാതായത് ഇന്നലെ. ഗോവയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ മലയാളി യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. എറണാകുളം പള്ളുരുത്തി സ്വദേശി അഫ്താബാണ് മരിച്ചത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.